ഹലോ മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ KRFED ടൈപ്പിസ്റ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 13-നാണ്. അപ്പോൾ ഹോൾ ടിക്കറ്റൊക്കെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രൊഫൈലിൽ നിന്ന് ഹോൾ ടിക്കറ്റൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി നമുക്കൊരു 10-12 ദിവസമേ നമ്മുടെ മുന്നിൽ ഉള്ളൂ. അപ്പോൾ അത്രയും ദിവസങ്ങൾ കൊണ്ട് നമുക്കൊരു ക്രാഷ് കോഴ്സായിട്ട് ടോപ്പിക്കുകളെല്ലാം ജസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്യുക എന്നുദ്ദേശിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 40 മാർക്കിനെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് റിവിഷൻ ചെയ്യാം. അപ്പോൾ വേർഡ് പ്രോസസ്സിങ് ബേസിക് തൊട്ടെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ, എ കളക്ഷൻ ഓഫ് ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ്. ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സിൻ്റെ കളക്ഷനെയാണ് എന്ത് പറയുന്നത്? ഡേറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഡേറ്റ, നമ്മൾ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫർമേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രോസസ്ഡ് ഡേറ്റയാണ് ഇൻഫർമേഷൻ എന്നറിയപ്പെടുന്നത്. ദ വേർഡ് കമ്പ്യൂട്ടർ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്പ്യൂട്ടസ്. കമ്പ്യൂട്ടസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡേറ്റ എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഡേറ്റം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഡേറ്റ എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സ്പീഡ്, ആക്യുറസി, വേഴ്സറ്റൈലിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി, ഡിലിജൻസ്, റിലയബിലിറ്റി ഒക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ മെയിനായിട്ടുമുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. സ്പീഡ് നമുക്കറിയാലോ, നമ്മൾ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും 10 മടങ്ങ് സ്പീഡിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് മെഷർ ചെയ്തിരിക്കുന്നത് മില്ലി സെക്കൻഡ്സിൽ അല്ലെങ്കിൽ നാനോ സെക്കൻഡ്സിലൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് മെഷർ ചെയ്തിട്ടുള്ളത്. ആക്യുറസി എന്ന് പറഞ്ഞാൽ കറക്റ്റ്നെസ് ഓഫ് ദ ഡേറ്റ. ഡേറ്റ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്സുകളൊക്കെ വരാം, പക്ഷേ കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അതിനെയാണ് ആക്യുറസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേഴ്സറ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വർക്ക് ഒരേ സമയം ചെയ്യാനുള്ള കഴിവ് കമ്പ്യൂട്ടറിനുണ്ട്. അതിനെയാണ് വേഴ്സറ്റൈലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റോറേജ് കപ്പാസിറ്റി, എത്ര എമൗണ്ട് ഓഫ് ഡേറ്റാസ് വേണമെങ്കിലും നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ടുള്ള CD, DVD, ഹാർഡ് ഡിസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണമില്ലായ്മ, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ ടയേർഡ്നെസ്സോ ഒന്നും ആർക്കുണ്ടാവില്ല? കമ്പ്യൂട്ടറിന് ഉണ്ടാവില്ല. അതിനെയാണ് ഡിലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിലയബിൾ ആയിരിക്കും. നമുക്ക് യൂസ് ചെയ്യാൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം കമ്പ്യൂട്ടറിനുണ്ട്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഏതെന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സ്പീഡ്, ആക്യുറസി, വേഴ്സറ്റൈലിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി, ഡിലിജൻസ് ആൻഡ് റിലയബിലിറ്റി. ഇത്രയുമാണ് മെയിനായിട്ടുമുള്ള കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ജനറേഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത് മുതൽ ഇപ്പോൾ വരെ എന്തൊക്കെ മാറ്റങ്ങളാണ് കമ്പ്യൂട്ടറിൻ്റെ വളർച്ചയിൽ ഉണ്ടായിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനറേഷൻ എന്ന് പറയുന്ന മെയിനായിട്ടും 5 ടൈപ്പ് ജനറേഷൻസ് ആണ് കമ്പ്യൂട്ടറിനുള്ളത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1940 മുതൽ 56 വരെയാണ് ഫസ്റ്റ് ജനറേഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് യൂസ് ചെയ്തിരുന്ന ഡിവൈസ് എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കും ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസ് ഏതാണ്? വാക്യൂം ട്യൂബ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് ജനറേഷൻ 1956 മുതൽ 63 വരെയാണ് ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് 1964 മുതൽ 71 വരെയാണ് IC ചിപ്സ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് IC ചിപ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഫോർത്ത് ജനറേഷനിൽ 1971 മുതൽ പ്രസൻറ്റ് ഇപ്പോഴും നമ്മൾ
ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസ്സേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർത്ത് ജനറേഷനിൽ വന്നത് VLSI മൈക്രോ പ്രോസസ്സർ. VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. VLSI മൈക്രോ പ്രോസസ്സറാണ് ഫോർത്തിൽ യൂസ് ചെയ്തിരുന്നത്. ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ആൻഡ് ബിയോണ്ട്, ഇപ്പോഴും ഇനി അങ്ങോട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ഫിഫ്ത്ത് ജനറേഷൻ ആണ്. അതിൽ യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ULSI മൈക്രോ പ്രോസസ്സറാണ്. അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനാണ് ULSI എന്ന് പറഞ്ഞാലും. അതുപോലെ തന്നെ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻ്റ് ആണ്. അത് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇന്ന് വരെയുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ജനറേഷനെയും ഫിഫ്ത്ത് ജനറേഷനെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ് ആയിരുന്നു. ഓരോ ജനറേഷൻ കഴിയും തോറും സൈസ് കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ സ്പീഡ് കുറവായിരുന്നു. അതുപോലെ തന്നെ മെമ്മറി കപ്പാസിറ്റിയും കുറവായിരുന്നു. പക്ഷേ ഫസ്റ്റിൽ നിന്ന് നമ്മൾ ഫിഫ്ത്തിലോട്ട് വരും തോറും സ്പീഡും മെമ്മറി കപ്പാസിറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയിട്ടാണ്. മെയിനായിട്ടും 5 കാറ്റഗറി ഓഫ് കമ്പ്യൂട്ടേഴ്സാണുള്ളത്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ ആൻഡ് പോർട്ടബിൾ കമ്പ്യൂട്ടർ. അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് CDC 6600 ആണ്. ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പരം 8000 ആണ്. അപ്പോൾ ഈ പരം സീരീസിലുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തത് CDAC ആണ്. പൂനെയിലുള്ള CDACിലാണ് പരം സീരീസിലുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ CDACിൻ്റെ ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് വിജയ് P ഫഡ്കർ ആണ്. ഈ വിജയ് P ഫഡ്കറിൻ്റെ നേതൃത്വത്തിലാണ് പരം സീരീസിലുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ISRO ഡെവലപ്പ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് സാഗ 220 ആണ്. 2011 ISRO സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബാർക്ക് ഉണ്ടല്ലോ, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, ഇവിടെയും ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് അനുപം ആണ് ബാർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ. അതുപോലെ തന്നെ വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഫ്രോണ്ടിയർ ആണ്. USA ഫ്രോണ്ടിയർ ആണ് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ പരം സിദ്ധി AI ആണ് ഇന്ത്യയുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ. രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് പ്രത്യുഷിനാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഫ്ലോപ്സ് ആണ്. FLOPS ഫ്ലോപ്സ്, അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ആണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റാസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ കമ്പ്യൂട്ടേഴ്സ് ആണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ മൈക്രോ കമ്പ്യൂട്ടർ ആണ്. അതായത് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നിർമ്മിച്ച പോർട്ടബിൾ ആയിട്ടുള്ള ഒരു മൈക്രോ കമ്പ്യൂട്ടർ ആണ് ഒസ്ബോൺ 1 ആണ്. ഫസ്റ്റ് പോർട്ടബിൾ മൈക്രോ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒസ്ബോൺ 1 ആണ്. ഇനി നാലാമത്തേതെന്ന് പറയുന്നത് മിനി കമ്പ്യൂട്ടർ ആണ്. നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബിഗ്ഗർ സൈസ് ആണ്. അതുപോലെ തന്നെ മെമ്മറിയും കൂടുതൽ നമ്മുടെ മിനി കമ്പ്യൂട്ടേഴ്സിനാണ്. അപ്പോൾ ഈ മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മൾട്ടി യൂസർ സിസ്റ്റമാണ്. അതാണെന്ന് വെച്ചാൽ മൾട്ടി യൂസർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ഒന്നിലധികം ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സയൻറ്റിഫിക് പർപ്പസിനും അതുപോലെ തന്നെ സ്മോൾ ചെറിയ ചെറിയ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെയാണ് നമ്മുടെ മിനി കമ്പ്യൂട്ടർ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് ആണ്. എല്ലാവർക്കും അറിയാലോ, പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്ത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് ക്യാരിഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരിടത്ത് നിന്ന് മറ്റൊന്നിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും.
അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ലാപ്ടോപ്പ്, നോട്ട് പാഡ്, അതുപോലെ തന്നെ PDA പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ഒക്കെയാണ് പോർട്ടബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ 12 ദിവസം കൊണ്ട് മാക്സിമം ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ട് ഒരു ക്രാഷ് കോഴ്സാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്